ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ അനിയത്തി നോക്കുമ്പോഴേക്കും ചേട്ടൻ ഇങ്ങനെ കരയണാണ് കാണുന്നത്. ആ പറഞ്ഞിട്ട് അശോകേട്ടൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അശോകേട്ടൻ്റെ കണ്ണിന്ന് വരുന്നത് ആനന്ദ കണ്ണീരായിരിക്കുമല്ലേ? ശ്രുതിമോളുടെ വിവാഹ നിശ്ചയം ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റിയതിൽ അശോകേട്ടൻ വളരെ സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം. സാരമില്ല അശോകേട്ട, അവളുടെ മാരേജ് ആകുമ്പോഴേക്കും അശോകേട്ടൻ എഴുന്നേറ്റ് നടക്കും. എനിക്ക് ഉറപ്പുണ്ട് ഭഗവാൻ കൃഷ്ണൻ നമ്മളെ കൈവിടില്ല അശോകേട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ അശോകൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കട്ടോ അച്ഛൻ. ആ സമയത്ത് അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ പ്രമീളെ, എന്താ രാധി ചേട്ടൻ പറയണമെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയണ്ട, ചേട്ടനാ വല്ലാതെ സന്തോഷമായി. എന്തൊക്കെ പറയാലും ഷ്യാമോൻ്റെ ശ്രുതിമോളുടെ വിവാഹ നിശ്ചയം ഇങ്ങനെയെങ്കിലും ചേട്ടനെ കാണാൻ പറ്റിയല്ലോ, അതിൻ്റെ സന്തോഷം ചേട്ടൻ്റെ മുഖത്ത്. എന്തിനാ അശോകേട്ടൻ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പ്രമീളെടുത്തി അത് കരച്ചിലല്ല, അത് സന്തോഷമാണ്, ആനന്ദ കണ്ണീരാ. എൻ്റെ ഭഗവാനെ കൃഷ്ണ, ശ്രുതിമോളുടെ ഷ്യാമുൻ്റെ കല്യാണ സമയമാകുമ്പോഴേക്കും എൻ്റെ ഏട്ടന് നടക്കാനെങ്കിലും പറ്റണേ. എൻ്റെ ഏട്ടൻ കൈ പിടിച്ച് ശ്രുതിമോളുടെ ഷ്യാമുൻ്റെ കൈ ചേർത്ത് പിടിക്കണേ. അതെ, അതിന് പറ്റും. എനിക്ക് ഉറപ്പിട്ട് അവളുടെ കല്യാണം ആകുമ്പോഴേക്കും എൻ്റെ ഏട്ടൻ എഴുന്നേറ്റ് നടക്കും, ശ്രുതിമോളുടെ ഷ്യാമുൻ്റെ കയ്യിലേക്ക് ശ്രുതിമോളെ ഏൽപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. ഇതൊക്കെ കേട്ട് നമ്മുടെ അശോകൻ ആകെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുവാണ്. അതിനുശേഷം കാണിക്കുന്ന ശ്രുതിനെയാണ്. ശ്രുതി ആകെ വിഷമിച്ച് ഒരു മൂലക്ക് മാറിയിരിക്കുന്ന സമയത്ത് ശ്യാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒരു ആർത്തിയോട് കൂടി തന്നെ, ഒരു പൂവാലിനെ പോലെ ശ്രുതിയെ തന്നെ ഇങ്ങനെ പുറകേന്ന് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ശ്രുതിയുടെ കവിളുടെ അടുത്തും മുടിയുടെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അതിനുശേഷം അതൊന്നും ശ്രുതി അറിയുന്നേ ഇല്ല. ശ്രുതി കയ്യിലെ കെട്ടി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മുടെ ശ്യാം അടുത്തുനിന്നിരിക്കുന്നുണ്ട്. ശ്രുതി എന്ന് പറയാണ്. എന്ന് പറയുമ്പോഴേക്കും താൻ ഇന്നത്തെ കാര്യം ആലോചിച്ചിട്ട് ഇരിക്കായിരിക്കുമല്ലേ? എന്ത് പറയാനാ ശ്രുതി, എനിക്ക് വളരെ ഷോക്കായിപ്പോയി. ഞാൻ പുറത്തു വരെ പോകുക ഒരു കേസിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്ന് പറയാണ്. ശ്രുതി അതൊന്നും മറുപടി പറയുന്നില്ല കേട്ടോ. അതിനുശേഷം ശ്യാം പറയണ്ടേ, അത് മാത്രമല്ല കേട്ടോ ശ്രുതി, ഇന്ന് പെട്ടെന്നൊരു വിവാഹ നിശ്ചയം നമ്മുടെ നടന്നത്, അതിൻ്റെ ഒരു ഷോക്ക് എൻ്റെ മനസ്സിലും ഉണ്ട് തന്നെ പോലെ തന്നെ. അതിൻ്റെ ഒരു റീഫ്രഷിന് വേണ്ടി കൂടി ഞാൻ പുറത്തേക്ക് പോണത് എന്ന് പറയുവാണ്. ഞാൻ പെട്ടെന്ന് തന്നെ വരാം. പിന്നെ ശ്രുതിക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയട്ടെ. ഒരു സമ്മാനപ്പൊതി ശ്രുതിയുടെ നേരെ നീട്ടുവാണ്. ഇത് താൻ സ്വീകരിക്കുക എന്ന് പറയുമ്പോഴേക്കും അയ്യോ ശ്യാം സാർ, വേറൊന്നും വിചാരിക്കല്ലേ, ഞാൻ ഇത് സമ്മാനം സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. ഓക്കെ ഞാൻ തന്നെ വെറുതെ ചില്ലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. സാരമില്ല, ഈ സമ്മാനം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. തനിക്ക് എപ്പോൾ ഓക്കെ ആവുന്നു അപ്പം ഞാനിത് തരാം. ഓക്കെ, ഞാൻ എന്തായാലും പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശ്യാം അവിടെ നിന്ന് പോകുവാണ്. ശ്രുതി അങ്ങനെ തന്നെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. ശ്യാം നേരെ പോണത് അഞ്ജലിയുടെ അടുത്തേക്കാണ്. അഞ്ജലിയുടെ അടുത്തേക്ക് പോയ ശ്യാം ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുമ്പോൾ അഞ്ജലി ചോദിക്കണ്ടേ, അല്ല ശ്യാമേട്ടാ ഇന്ന് വല്ലാതെ സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യം താനൊന്ന് പറഞ്ഞു നോക്കിക്കേ. എനിക്ക് മനസ്സിലായി, ഇന്ന് ശ്യാമേട്ടൻ എന്തോ വലിയൊരു കേസ് ജയിച്ചിട്ടുണ്ട് അല്ലേ? അത് കൊള്ളാലോ, തനിക്ക് എൻ്റെ മനസ്സ് വായിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. അത് പിന്നെ ഉണ്ടാവാതിരിക്കും ശ്യാമേട്ട. ഭർത്താക്കന്മാരുടെ മനസ്സ് വായിക്കണതാണ് ഏറ്റവും നല്ല ഭാര്യയുടെ കർത്തവ്യം, കടമ എന്നൊക്കെ ശ്യാമേട്ടന് അറിയില്ലേ? അതുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ മനസ്സ് വായിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, ഏത് കേസാ ശ്യാമേട്ടനത് വാദിച്ചത്? അതൊക്കെ പറയാനുണ്ടെങ്കിൽ ഒത്തിരി ഉണ്ട് എൻ്റെ അഞ്ജലി മോളെ, അത് കാര്യസഹിതം പറ ശ്യാമേട്ട. ഏത് കേസാ, എങ്ങനെയാ വാദിച്ചത്, എങ്ങനെയാ ജയിച്ചത്, എങ്ങനെയാ അതിന് വിധി വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അയ്യോ, അതൊക്കെ പറയുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട്. അതൊരു വള്ളിക്കെട്ട് കേസായിരുന്നു, എന്തായാലും ഞാൻ ജയിച്ചു. പക്ഷെ നിന്റെ ശ്യാമേട്ടൻ ജയിച്ചു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിലും ശ്യാമേട്ടന് ജയിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്, വാക്ക് സാമർഥ്യവും എല്ലാം ശ്യാമേട്ടന് അധികമാണല്ലോ എന്ന് പറയുവാണ്. അതുകൊണ്ട് എൻ്റെ ശ്യാമേട്ടൻ എവിടെയാണെങ്കിലും ജയിക്കും. പിന്നെ എൻ്റെ പ്രാർത്ഥന നന്നായിട്ടുണ്ട്, എൻ്റെ പ്രാർത്ഥന ഉള്ളതുകൊണ്ടാണ് ശ്യാമേട്ടൻ ജയിച്ചത്. ആഹാ, അത് കൊള്ളാലോ, അപ്പം എൻ്റെ പഠിപ്പും എൻ്റെ കാര്യപ്രാപ്തി കൊണ്ടിട്ടൊന്നും അല്ല അല്ലേ? അയ്യോ, അതുകൊണ്ട് മാത്രമല്ല ശ്യാമേട്ടൻ, എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്യാമേട്ടൻ്റെ കൂടെയുണ്ട്. ശ്യാമേട്ടൻ എല്ലായിടത്തും ജയിച്ച് കാണണം, എല്ലാ സ്ഥലത്തും വിജയിക്കണം, അത് മാത്രം എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് ശ്യാമേട്ടൻ എന്ത് കാര്യത്തിന് പുറപ്പെട്ടാലും അതിന് വിജയം ഉറപ്പാ, കാരണം എൻ്റെ പ്രാർത്ഥന കൂടെയുണ്ടേ. മതി, അല്ല ശരി തന്നെ. പിന്നെ ഇത്രയും സുന്ദരിയായിട്ടുള്ളൊരു ഭാര്യ, ഇത്ര സ്ഥലസ്വഭ്യമായിട്ടുള്ള ഭാര്യ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഭഗവാനും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ശ്യാം ആകെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അഞ്ജലി ശ്യാമിൻ്റെ വിരലൊക്കെ ഇങ്ങനെ തലോടിക്കൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ വിരലിൽ മോതിരം കാണുന്നില്ല. അയ്യോ ശ്യാമേട്ട, നമ്മുടെ വിവാഹ നിശ്ചയത്തിന് മോതിരം എവിടെ പോയി ഇരിക്കുമ്പോൾ, അത് അഞ്ജലി മോളെ, അതിന് തിളക്കമൊന്ന് കുറഞ്ഞു, ഞാനൊന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുക, എന്നാലും അത് കയ്യിൽ നിന്ന് മാറ്റണ്ടായിരുന്നു ശ്യാമേട്ട എന്ന് പറഞ്ഞിട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് അഞ്ജലി. എൻ്റെ അഞ്ജലി മോളെ, അതിനെ മാറ്റി കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ കടയിൽ കൊടുത്തത്, അതിന് എൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ ഒന്നും കൂടി തിളങ്ങും, അത് നല്ലതല്ലേ? പിന്നെ ഈ വിവാഹമോതിരത്തിന് നല്ല നമ്മൾ സുഖമായിട്ട് ജീവിക്കണമല്ലോ അഞ്ജലി മോളെ കാര്യം. അത് ശ്യാമേട്ടൻ പറഞ്ഞ ശരിയാ, അല്ലെങ്കിൽ തക്കതായ കാരണമില്ലാണ്ട് ശ്യാമേട്ടൻ അത് കയ്യിൽ നിന്ന് മാറ്റുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ അഞ്ജലിനെ ചേർത്ത് പിടിക്കുക കേട്ടോ ശ്യാമ.
അതിനുശേഷം രാവിലെ തന്നെ നമ്മുടെ ശ്രുതി കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ കമ്മലൊക്കെ ഊരി വെക്കുന്നുണ്ട്, മാല ഊരി വെക്കുന്നുണ്ട്. പെട്ടെന്നാണ് കയ്യിലെ മോതിരം കാണുന്നത്. അതിങ്ങനെ ഊരി വെക്കണോ വേണ്ടെന്ന് സംശയത്തോടെ ശ്രുതി നിൽക്കുവാണ്. എന്തായാലും ഊരി വെക്കാം, കാരണം അതിൽ ഭയങ്കര ലൂസാണ് കേട്ടോ. അങ്ങനെ ശ്രുതി ആ മോതിരം ഊരി വെക്കുവാണ്. അപ്പോഴേക്കും അമ്മായി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രുതി ശ്രുതി എത്ര നേരം നിന്നെ ചായ കുടിക്കാൻ വേണ്ടി വിളിക്കണത്, ഇത് നിന്നെ അടുത്ത് കൊണ്ട് ചായ തരണോ? എൻ്റെ ഭഗവാനെ കൃഷ്ണ, ഈ പെണ്ണിന്റെ ബോധമൊക്കെ പോയോ എന്ന് പറയട്ടെ ചായ അവിടെ വെക്കാൻ പോകുമ്പോഴാണ് മോതിരം കാണുന്നത്. അല്ല ശ്രുതി, നീ എന്ത് പരിപാടിയെ കാണിച്ചത്? ഈ മോതിരം കയ്യിൽ നിന്ന് ഊരാൻ പാടുന്നത് നിനക്കറിയില്ലേ? ഓരോന്നിനും ഓരോ ആചാരങ്ങളൊക്കെ ഉണ്ട് കുട്ടി. നോക്കിക്കേ, ഇത് ഇന്നലെ ഇട്ടേ ഉള്ളൂ രാത്രി ഷാമൂൻ, അപ്പൊ തന്നെ നീ ഇത് ഊരി വെച്ചിരിക്കുന്നു. നിനക്കൊരു കാര്യം അറിയാവോ, ഈ മോതിരം എന്തിനാണ് വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞിട്ട് ഇടുന്നതെന്ന്? കാരണം അതൊരു അടയാളമാണ്, രണ്ടുപേര് തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നു എന്നതിന്റെ അടയാളം. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വിരലിൽ തന്നെ ഈ മോതിരം ഇടുന്നത്. അത് മാത്രം കേട്ടോ, പഴയ ആൾക്കാർ ഓരോന്നൊക്കെ പറയാറുണ്ട്, ഈ വിവാഹമോതിരം ഇടുന്ന ഈ ഒരു വിരലിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ വിരലിന്റെ ഒരു നരമ്പ് നമ്മുടെ ഹൃദയത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന നരമ്പാണ്. അതുകൊണ്ടാണ് വിവാഹമോതിരം ഈ വിരലിലെ തന്നെ ഇടുന്നതൊക്കെ ഓരോരുത്തർ പറയണത്. അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ മോതിരം ഊരിച്ചത് ശരിയായില്ല എന്നൊക്കെ എന്നെ പറയുവാണ്. എന്തായാലും നീ കുളിച്ചിട്ട് ചായ കുടിച്ചിട്ട് ഈ മോതിരം കയ്യിൽ തന്നെ ഇടുന്നതായിട്ട് നമ്മുടെ അമ്മായി അവിടെ നിന്ന് പോകുവാട്ടോ. അമ്മായി പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ആലോചിക്കുകയാണ് തൻ്റെ അപ്പുറത്തെ കയ്യിൽ നമ്മുടെ അശ്വിൻ കെട്ടിക്കൊടുത്ത ആ കാര്യം. കാരണം അതും നരമ്പും ഹൃദയത്തിലേക്ക് പോകുന്ന ഒരു നരമ്പ് തന്നെയാണല്ലോ കെട്ടിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മുടെ ശ്രുതി ആലോചിക്കുകയാണ്. നമ്മുടെ അശ്വിൻ പിടിച്ച് തള്ളിയതും കൈ മുറിഞ്ഞതും കൈ കെട്ടിക്കൊടുത്തതൊക്കെ ശ്രുതി അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാട്ടോ. അതേസമയം നമ്മുടെ അശ്വിൻ നല്ല ഉറക്കമാണ്. രാവിലെ ആയിരുന്നു, അശ്വിൻ അറിഞ്ഞിട്ടേ ഇല്ല. ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് അശ്വിൻ അങ്ങനെ കിടന്നുറങ്ങുവാട്ടോ. രാവിലെ ആകുമ്പോഴേക്കും ശ്രുതി അഞ്ജലി വരുന്നുണ്ട്. അല്ല കുഞ്ഞ, എഴുന്നേക്കുന്നില്ലേ? സമയം എത്രയെന്ന് എൻ്റെ വിചാരം? രാത്രി ഫുള്ളും പണിയോട് പണി, രാവിലെ ആകുമ്പോൾ ഉറക്കം തോന്നില്ലേ? എടാ കുഞ്ഞ എഴുന്നേറ്റേ എന്ന് പറയാണ്. എന്താ ചേച്ചി സമയം എത്രയെന്ന് അറിയാവോ? മര്യാദയ്ക്ക് എഴുന്നേക്കതേ, ഇന്നൊരു പ്രത്യേക പൂജയുണ്ട്, നിനക്ക് വേണ്ട പൂജ. ഷോ, ഈ ചേച്ചിയുടെ ഒരു കാര്യം, എല്ലാത്തിനും എപ്പോഴും പൂജ ഹോമം മാത്രമേ ഉള്ളൂ. ഇതേ കുഞ്ഞ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ രാവിലെ തന്നെ വായെന്ന് പറയില്ലേട്ടോ. നിനക്ക് വേണ്ടിയിട്ടുള്ള പൂജയോ? എനിക്ക് വേണ്ടിയിട്ട് എന്തിനാ ചേച്ചി ഇപ്പോൾ ഒരു പൂജ? അതെ, നിനക്ക് എന്തൊരു കണ്ണേറ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിന്റെ ചില സമയത്തുള്ള പെരുമാറ്റത്തിലൊക്കെ വല്ലാത്ത മാറ്റമുണ്ട്. അപ്പൊ ആ കണ്ണേറൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പൂജയാണ്. നീ മര്യാദയ്ക്ക് കുളിച്ച് വരാൻ നോക്കിയേ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടല്ലോ. ശരി ശരി, ഞാൻ വന്നോളാം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ അശ്വിൻ കുളിക്കാൻ വേണ്ടി പോവാണ്. അതേസമയം നമ്മുടെ അഞ്ജലി മനോരമയും ശ്യാമും അതുപോലെ തന്നെ ആകാശും ഒക്കെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പൊ ആകാശിന് ഇങ്ങനെ പൂജ ചെയ്ത പ്രസാദമൊക്കെ അഞ്ജലി വെച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ആകാശ് അഞ്ജലിക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. എന്താ ചേച്ചി, ഇത് എൻ്റെ വക പ്രത്യേക ഗിഫ്റ്റ് ചേച്ചിയുടെ. ഇത് കൊള്ളാം. ദേ ആകാശം ഇങ്ങോട്ട് ചെവി കാണിച്ചതുമായിട്ട് ആകാശം ചെവി പറഞ്ഞ, അതെ ഇപ്പം എനിക്ക് ഗിഫ്റ്റ് മതി, അടുത്ത വർഷം വേറൊരു ഗിഫ്റ്റ് വേണം. നല്ല സ്നേഹത്തോടെ ഒരു സുന്ദരി പെണ്ണിനെ തലകുനിച്ച് ഇരിക്കുന്ന ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടീനെ നമ്മുടെ പ്രീതിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഈ ചേച്ചിയുടെ ഒരു കാര്യം എന്താ അനിയനും ചേച്ചിയും കൂടി സംസാരിക്കുന്നത് എന്ന് മനോരമ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, അടുത്ത വർഷം ഇതിനേക്കാൾ നല്ല ഗിഫ്റ്റ് വേണം ഞാൻ പറയായിരുന്നു ആൻറ്റി. അതിന് ഈ ഗിഫ്റ്റ് അഞ്ജലി മോള് നോക്കില്ലല്ലോ, പിന്നെ എങ്ങനെ ഇതിനേക്കാൾ നല്ല ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത് എന്ന് പറയാണ്. അപ്പോഴേക്കും അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അശ്വിനും ചന്ദനം ചാർത്തി കൊടുക്കുന്നുണ്ട് അഞ്ജലി. അതിനുശേഷം അശ്വിനോട് ചോദിക്കുന്നുണ്ട് മനോരമ, അല്ല കുഞ്ഞനെ ചേച്ചിയുടെ വക ചേച്ചിക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ലേ? ഇതേ ആകാശ് കൊടുത്തു കേട്ടോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്യാം പറയുന്നുണ്ട്, അല്ല ആന്റി എന്ത് വർത്താനം പറഞ്ഞത്? കുഞ്ഞൻ കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് തന്നെ ചേച്ചിക്ക് എപ്പോഴേ കൊടുത്തു കഴിഞ്ഞു, കല്യാണത്തിന് സമ്മതിച്ചതിന് ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലേ? അത് ശരിയാ. പിന്നെ മാത്രമല്ല, കുഞ്ഞിനൊരു ഡയലോഗ് ഉണ്ടല്ലോ, ആ ഒരു പ്രതിജ്ഞ കൂടി കുഞ്ഞിനിപ്പോൾ ചെയ്തേ പറ്റൂ. എൻ്റെ ചേച്ചിക്ക് വേണ്ടി എൻ്റെ ജീവിതം തന്നെ ഞാൻ മാറ്റി വെച്ചിരിക്കുക. ചേച്ചിയുടെ സന്തോഷം ഞാൻ കല്യാണം കഴിക്കും, കുടുംബമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കും, മൈൻഡ് ഇറ്റ് എന്ന് നമ്മുടെ മനോരമ ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ടോ കുഞ്ഞൻ. അത് കേട്ടാൽ അത് ചിരിക്കുവാണ്. അപ്പോഴേക്കും മുത്തശ്ശി വരുന്നുണ്ട്. കൊള്ളാലോ, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ, പൂജ ചെയ്തതിൽ കാര്യമുണ്ട്, എൻ്റെ മരുമോൾക്ക് കുറച്ച് ബുദ്ധിയും വിവേകമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് മുത്തശ്ശി പറഞ്ഞ ഭാഗത്തോട് കൂട്ടിയിട്ട് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.